പ്രവാചകന്റെ ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു രക്ഷപ്പെടൽ മാത്രമായിരുന്നില്ല. പ്രവാചകന്റെ ഹിജ്റ എന്ന് പറയുന്നത് അത് കേവലം ഒരു യാത്ര മാത്രമായിരുന്നില്ല. മറിച്ച് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള പാഠങ്ങൾ സമ്മാനിച്ച ഹിജ്റയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്നും ഞാനും നിങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 1447 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഹിജ്റ അത് ലോകത്തുള്ള സകലമാന മുസ്ലിമീങ്ങൾക്കും ഉന്നതമായിട്ടുള്ള മാതൃകയാണ്, ഉത്തമമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. അതിലൊന്നാമതായിക്കൊണ്ട് അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ളതാണ്. മക്കയിലുള്ള മുശ്രിക്കുകളായിട്ടുള്ള മുഴുവൻ ആളുകളും ആ ഒരു മക്കയൊന്നടങ്കം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഓരോ ഗോത്രത്തിൽ നിന്നുള്ള ഓരോ യുവാക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും കയ്യിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് പ്രവാചകന്റെ വീടിന് നേരെ പറഞ്ഞയക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസം കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആ ഒരു വചനത്തെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. സത്യനിഷേധികളായ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവര് കുതന്ത്രം മെനയുകയാണ്, അവര് കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. വയംകുറുല്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയും കുതന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവനെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വിരിപ്പിലേക്ക് കിടത്തിക്കൊണ്ട് ആ ഒരു മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ്. ഒരിക്കലും അതൊരു തന്ത്രമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ ആ പ്രവാചകന്റെ വിരിപ്പിലെ കിടത്തിയത് ഒരിക്കലും ഒരു തന്ത്രമായിരുന്നില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രവാചകനെ എതിർത്ത പല ആളുകളുടെയും അമാനത്തുകൾ, പ്രവാചകനെ എതിർക്കുന്ന, പ്രവാചകന്റെ എതിരെ നിൽക്കുന്ന മുശ്രിക്കുകളായിട്ടുള്ള പല ആളുകളുടെയും അവരുടെ ജീവിതത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലായിരുന്നു. കാരണം അവർക്കറിയാം പ്രവാചകന്റെ കയ്യിൽ അത് കൊടുക്കുകയാണെങ്കിൽ അത് ഭദ്രമായിരിക്കുമെന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പ്രവാചകന്റെ പേരിൽ ഏൽപ്പിച്ചാം അല്ലെങ്കിൽ പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചാം ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമാനത്തായി കൊണ്ട് കൊടുത്താം ഇത്തരത്തിലുള്ള ആളുകളുടെ സമ്പത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ പ്രവാചകന് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വസ്തുക്കളൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയിൽ എവിടെയെങ്കിലും വലിച്ചെറിയാമായിരുന്നു, എവിടെയെങ്കിലും ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ചെയ്തത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇന്ന ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ അമാനത്തുകൾ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുന്നത്. അതായത് സത്യനിഷേധികളായിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അമാനത്തുകൾ പോലും പ്രവാചകനെ വധിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തിനെ മുറുകെ പിടിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. അമാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും കൃത്യമായ കണിശത പുലർത്തേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അന്നേ വരെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്തുന്ന ആളുകളുടെ അത്തരത്തിലുള്ള സ്വഭാവക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നമുക്ക് ഉന്നതമായിട്ടുള്ള മാതൃകയുണ്ട്. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മുന്നൊരുക്കം നടത്തുന്നുണ്ട്. ഒരു രാത്രി പ്രവാചകൻ അങ്ങ് തീരുമാനിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് പ്രവാചകൻ ഇറങ്ങി പുറപ്പെട്ടതല്ല ഒരിക്കലും ഹിജ്റ, മറിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മദീനക്കാർ വന്നുകൊണ്ട് അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഏറ്റവും നല്ല കൂടിയാലോചനകൾ നടത്തിയതിന്റെ ഒരു അനന്തരഫലമായി കൊണ്ടാണ്, അതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഹിജ്റ അത് സാധ്യമാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നതാണ് കൂടിയാലോചനകൾ എന്ന് പറയുന്നത്. അത് കുടുംബത്തിലാകട്ടെ, അത് നമ്മുടെ പലതരത്തിലുള്ള കമ്മിറ്റികളിലായിക്കൊള്ളട്ടെ,
കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ളത് അതൊരു പ്രശ്നമായി കൊണ്ട് തീരുകയാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായിട്ടുള്ള ആ ഒരു അധ്യാപനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും യാത്ര പോകുന്നത് ആരാരും തെരഞ്ഞെടുക്കാത്ത, ആരാരും സഞ്ചരിക്കാത്ത ഒരു പുതിയ വഴിയിലൂടെയായിരുന്നു. അധികമാരും സഞ്ചരിക്കാത്ത ഒരു വേറെ വഴിയിലൂടെയായിരുന്നു. ഭക്ഷണം എത്തിക്കാൻ അസ്മാ റളിയല്ലാഹു അൻഹയെ അവരെ ഏൽപ്പിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനെ കൂടെ കൂട്ടുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹിജ്റ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും വഴികാട്ടിയാകുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹിജ്റ പുറപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ നേരൊക്കെ വെളുത്തപ്പോ സൂര്യനെ കുതിക്കുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വന്നെത്തിയ അബദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. കാരണം ഇത്രത്തോളം കാവലുണ്ടായിട്ടും ഇത്രത്തോളം സർവായുധ സൈന്യ സന്നാഹവുമായി കൊണ്ട് ആ ഒരു വീടിനെ വളഞ്ഞിട്ടും മുഹമ്മദ് റസൂലുള്ളാഹ് അവരെ കബളിപ്പിച്ചു കൊണ്ട് പോയിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിട്ടപ്പോൾ അതിന് വിളറി പിടിച്ച അത്തരത്തിലുള്ള ആളുകൾ, ആ ഒരു മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, അവര് റസൂലുള്ളാഹിയെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. ആ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും തൗർ ഗുഹയിൽ അഭയം തേടുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു തൗർ ഗുഹയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ ആ ഒരു തൗർ ഗുഹയുടെ ഗുഹാമുഖത്തുകൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി, ആരെങ്കിലും ആ ഒരു മുശ്രിക്കെങ്ങാനും അദ്ദേഹത്തിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ കാൽപ്പാടുകൾ കാണാം, അവിടെ കാൽപ്പാടുകൾ കാണാം. ആരെങ്കിലും ആ വന്നിട്ടുള്ള മുശ്രിക്കായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾപ്പെട്ട ആരെങ്കിലും ആ ഒരു അവരുടെ കാലിന്റെ കീഴിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കാലിന്റെ ഇടയിൽ കാൽപ്പാടുകൾ കാണാമെന്ന് ഭയത്തോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ അബൂബക്കർ മാ ളന്നുക ബിഇസ്നൈൻ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഉള്ളത്, അല്ലാഹു സാലിസുഹുമാ, ഈ രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായി കൊണ്ട് അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞ ഏറ്റവും നല്ല തവക്കുലിന്റെ വാചകങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലും, മോശപ്പെട്ട ഘട്ടങ്ങളിലും, മനസ്സ് താഴുന്ന സമയങ്ങളിലും, ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മളെ സംരക്ഷിക്കുവാനും നമുക്ക് കാവലേകുവാനും അള്ളാഹു മാത്രമാണുള്ളത് എന്ന ആ ഒരു തവക്കുല്, ഏറ്റവും നല്ല തവക്കുലിന്റെ വചനങ്ങൾ ഹിജ്റ നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. അതുപോലെ തന്നെ ആദർശത്തിന്റെ വിഷയം പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രാധാന്യമായി വന്നേക്കാം. നമ്മുടെ കുടുംബം വന്നേക്കാം, നമ്മുടെ കൂട്ടുകാർ വന്നേക്കാം, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നേക്കാം, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല ക്രയവിക്രയങ്ങളും നമുക്ക് വലിയതായി കൊണ്ട് കടന്നു വന്നേക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ റോമക്കാരനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, റോമിൽ നിന്നും ഒന്നുമില്ലാതെ വന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വൈഭവം കൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവിനെ കൊണ്ടും ആ ഒരു മക്കയിൽ നിന്നുകൊണ്ട് ധാരാളം സമ്പത്തുകൾ അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. ആ ഒരു സമ്പത്തുകളൊക്കെ ആയിക്കൊണ്ട് ഈ പറയുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ തടഞ്ഞു വെക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, റോമിൽ നിന്ന് വന്നപ്പോൾ താങ്കളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, റോമിൽ നിന്ന് വന്നപ്പോൾ താങ്കളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വെച്ചുകൊണ്ട്, ഈ ഒരു മക്കയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാം, അല്ലാതെ ഈ ഒരു സമ്പത്തും കൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകാൻ അനുവദിക്കില്ല എന്ന് ഇത്തരത്തിലുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോട് ശാഠ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അമ്പുകളുണ്ട്.
അദ്ദേഹം അമ്പെയ്ത്തില് വലിയ പ്രാവീണ്യം നേടിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ അമ്പുകൾ എടുത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അവരുമായിട്ട് ഒരു സംഘട്ടനത്തിന് മുതിരുന്നില്ല. മറിച്ച് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ മുഴുവനും, ആ ഒരു സ്വഹാബിയും അദ്ദേഹത്തിന്റെ സമ്പത്തിനെ മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങുന്നുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ വിൽക്കുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾ. അള്ളാഹു തന്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു. ഈ ഒരു സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്ന സന്ദർഭത്തില് പ്രവാചകൻ പറയുന്നുണ്ട്, റബ്ബിഹ സുഹൈബുൻ, സുഹൈബ് ലാഭം നേടി, സുഹൈബ് ലാഭം നേടി, സുഹൈബിന്റെ കച്ചവടം ലാഭത്തിലായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൈബിന്റെ കച്ചവടമല്ല ലാഭത്തിലായത്, മറിച്ച് മുശ്രിക്കുകളുടെ മുമ്പിൽ അദ്ദേഹം ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനെ മുഴുവനും അവർക്ക് മുമ്പിൽ ഇട്ടേച്ചുകൊണ്ട് ആ ഒരു മണലാരുണ്യത്തിലൂടെ മദീനത്തേക്ക് വന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം, പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠമാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ മക്കളും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ മറ്റുള്ള ക്രയവിക്രയങ്ങളുമെല്ലാം മറ്റുള്ള ഇസ്ലാമിനേക്കാളും മുൻപന്തിയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഹാബാക്കളുടെ ജീവിതത്തെ ഞാനും നിങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്തിനെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ച സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വലിയ മാതൃകയാണ്, നമുക്ക് വലിയ പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന, വീഴ്ച വരുത്തുന്ന ആളുകളാണ് നമ്മളിൽപ്പെട്ട പല ആളുകളും. ഭാര്യയ്ക്ക് താടി ഇഷ്ടമില്ല, അതുകൊണ്ട് താടി അങ്ങ് വടിച്ചു കളയാം. അതുപോലെ തന്നെ ഭർത്താവിന്റെ വസ്ത്രധാരണം അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കുക, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടുകാരന് തൃപ്തിക്ക് വേണ്ടി അധാർമികപരമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുക, മറ്റുള്ളവരെന്ത് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനെയുള്ള ഒട്ടനേകം തരത്തിലുള്ള ദൂഷ്യഫലങ്ങളുമായി കൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കാളും അള്ളാഹുവും റസൂലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാഹോദര്യവുമായി ബന്ധപ്പെട്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസ്വാറുകളെയും മുഹാജിറുകളെയും സഹോദരന്മാരാക്കുന്നുണ്ട്. ഇന്നേവരെ അറിയാത്ത, ഇന്നേവരെ കാണാത്ത, ഇന്നേവരെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ലാത്ത മുഹാജിറുകളായിട്ടുള്ള ആളുകളെ അൻസാറുകളായിട്ടുള്ള ആളുകൾക്ക് സഹോദരന്മാരായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുമ്പോൾ അവരുടെ സമ്പത്തിനെ പകുത്തു നൽകുവാനും അവരുടെ വീടിനെ പകുത്തു നൽകുവാനും അൻസ്വാറുകളായിട്ടുള്ള ആളുകൾ സന്നദ്ധത കാണിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ളാൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ളാൻ, ആ ഒരു കെട്ടിടത്തിലെ ഓരോ കല്ലുകളും മറ്റോരോ കല്ലുകൾക്കും അതിനുള്ള ഉറപ്പ് നൽകുന്നത് പോലെ പരസ്പരം മുഅ്മിനുകളായിട്ടുള്ള ആളുകൾ പരസ്പരം അവർ ഉറപ്പ് നൽകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ഏറ്റവും നല്ല സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഹിജ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളെ മുഴുവനും ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് സുന്ദരമായ ഒരു ജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയേണ്ട